ഹായ്. ഇനി നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സ് ആണ്. നവംബർ 10 കറണ്ട് അഫയേഴ്സ് ആണ് ഇന്ന് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ അതിനു മുന്നേ ഒരു കാര്യം പറയാം. ഇതിൽ പുതുതായി ജോയിൻ ചെയ്തിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. ലക്ഷ്യയുടെ ടെലഗ്രാം ചാനലിൽ ടൈം ടേബിൾ അനുസരിച്ച് നൽകുന്ന ക്ലാസ്സുകൾ, അതുപോലെ PDF മെറ്റീരിയൽസ്, അതിനനുസരിച്ചിട്ട്, അതായത് PDF മെറ്റീരിയൽസ് ഇവിടെ നമ്മൾ ക്ലാസ്സുകളായിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ക്ലാസ്സുകൾ നന്നായിട്ട് കേൾക്കുക, പഠിക്കുക. അതിനുശേഷം ലക്ഷ്യയുടെ ടെലഗ്രാം ചാനലിലുള്ള ക്ലാസ് എക്സാം ഒക്കെ ഒന്ന് പോയി അറ്റൻഡ് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ആദ്യമായിട്ട് ജോയിൻ ചെയ്തവർക്ക് വേണ്ടിയിട്ടാണ്, ഒന്നുകൂടെ പറയാം. ഓക്കെ, അപ്പോൾ ശരി, നമുക്ക് നോക്കാം. ഫിഷറീസ്, അക്വാകൾച്ചർ, സമുദ്ര വിഭവങ്ങൾ തുടങ്ങി വിവിധ മേഖലകളിൽ ഉഭയകക്ഷി സഹകരണം ശക്തിപ്പെടുത്താൻ ഇന്ത്യ ഏത് രാജ്യവുമായിട്ടാണ് ധാരണാപത്രത്തിൽ ഒപ്പിട്ടത്? അങ്കോള. അപ്പൊ ശ്രദ്ധിച്ച് കേൾക്കുക, ക്വസ്റ്റ്യൻ എങ്ങനെയും വരാം. ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് മാക്സിമം എത്രത്തോളം ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ പറ്റുമോ അതൊക്കെ നിങ്ങൾ സ്വന്തം ഉണ്ടാക്കി നോക്കുക, എങ്കിലേ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ക്വസ്റ്റ്യൻ ഇങ്ങനെ തന്നെ, ഞാൻ പറഞ്ഞ പോലെ തന്നെ ക്വസ്റ്റ്യൻ വരണമെന്നില്ല. അപ്പൊ നോക്കുക, ഫിഷറീസ്, അക്വാകൾച്ചർ, സമുദ്ര വിഭവങ്ങൾ തുടങ്ങി വിവിധ മേഖലകളിൽ ഉഭയകക്ഷി സഹകരണം ശക്തിപ്പെടുത്താൻ ഇന്ത്യ ഏത് രാജ്യവുമായിട്ടാണ് ധാരണാപത്രത്തിൽ ഒപ്പിട്ടത്? അങ്കോള. അപ്പൊ ഏതൊക്കെ മേഖലകളിലാണെന്ന് ചോദിച്ചാൽ ഫിഷറീസ്, അക്വാകൾച്ചർ, സമുദ്ര വിഭവങ്ങൾ, ഇങ്ങനെ വിവിധ മേഖലകളിൽ ഉഭയകക്ഷി സഹകരണം ശക്തിപ്പെടുത്താൻ നമ്മുടെ ഇന്ത്യ ഏത് രാജ്യവുമായിട്ടാണ് ധാരണാപത്രത്തിൽ ഒപ്പിട്ടത്? അങ്കോള. കിട്ടിയല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, നഗരങ്ങളിലെ കുടിവെള്ള വിതരണത്തിനും സ്വീവേജ് മാലിന്യ നിർമ്മാർജ്ജനത്തിനുമുള്ള പദ്ധതിയാണ് അമൃത്. ഇവിടുത്തേതാണ്? നഗരങ്ങളിലെ കുടിവെള്ള വിതരണത്തിനും സ്വീവേജ് മാലിന്യ നിർമ്മാർജ്ജനത്തിനുമുള്ള പദ്ധതി അമൃതാണ്. അടൽ മിഷൻ ഫോർ റീജുവനേഷൻ ആൻഡ് അർബൻ ട്രാൻസ്ഫോർമേഷൻ. അടൽ മിഷൻ ഫോർ റീജുവനേഷൻ ആൻഡ് അർബൻ ട്രാൻസ്ഫോർമേഷൻ. ഒന്നുകൂടെ പറയാം, അടൽ മിഷൻ ഫോർ റീജുവനേഷൻ ആൻഡ് അർബൻ ട്രാൻസ്ഫോർമേഷൻ. അപ്പോ അമൃത് എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് 2025 ഡിസംബർ 9-11. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് 2025 ഡിസംബർ 9-11. വോട്ടെണ്ണൽ ഡിസംബർ 13. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, 2025 സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ ഓവറോൾ ചാമ്പ്യന്മാരായത് ഏത് ജില്ല? മലപ്പുറമാണ്. അതായത് മലപ്പുറത്തിന്റെ തുടർച്ചയായിട്ടുള്ള മൂന്നാമത്തെ കിരീട നേട്ടമാണ് ഈ കിരീട നേട്ടം എന്ന് പറയുന്നത്. അപ്പൊ 2025 സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ ഓവറോൾ ചാമ്പ്യന്മാരായത് മലപ്പുറമാണ്. ഇനി എന്താണ് ഹിക്കി ബണക്ക്? ഹിക്കി ബണക്ക് എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ പക്ഷി മനുഷ്യൻ ആരായിരുന്നു? സലീം അലി അല്ലെ? ഈ സലീം അലിയുടെ സ്മരണക്കായി സംഘടിപ്പിക്കുന്ന വയനാട് പക്ഷിമേളക്ക് നൽകിയ പേരാണ് ഹിക്കി ബണക്ക്. ഇതിൽ ഹിക്കി എന്ന പക്ഷി എന്നും ബണക്ക് എന്നാൽ ഉത്സവം എന്നുമാണ് അർത്ഥമാക്കുന്നത്. ബണക്ക് ഉത്സവം, ഹിക്കി പക്ഷി. ഓക്കെ ആണല്ലോ. അതുപോലെ ആലോചിച്ച് വെച്ചേക്കേണ്ട മറ്റൊരു കാര്യം, ഈ ഹിക്കി ബണക്ക് എന്നത് ഒരു കാട്ടുനായ്ക്ക ഭാഷയിലെ ഒരു വാചകമാണ് കേട്ടോ. കാട്ടുനായ്ക്ക ഭാഷയിലെ വാചകമാണ്. ഇനി ആർക്കാണ് മാൻ ബുക്കർ പ്രൈസ് 2025 ലഭിച്ചത്? ഡേവിഡ് സലോക്കാണ്. ഏത് പുസ്തകം അല്ലെങ്കിൽ ഏത് നോവലിനാണ് പുരസ്കാരം എന്ന് ചോദിച്ചാൽ ഫ്ലഷ്. അപ്പം എന്തിനാ ലഭിച്ചത്? നോവലിനാണ്. ഫ്ലഷ് എന്ന നോവലിനാണ് മാൻ ബുക്കർ പ്രൈസ് ഡേവിഡ് സലോക്ക് ലഭിച്ചത്. ഈ ഡേവിഡ് സലോ ഏത് രാജ്യക്കാരനാണ് എന്ന് ചോദിച്ചാൽ, അല്ല, എവിടുത്തെ എഴുത്തുകാരനാണെന്ന് ചോദിച്ചാൽ ഹംഗേറിയൻ ബ്രിട്ടീഷ് എഴുത്തുകാരനാണ്. ബുക്കർ പുരസ്കാരം നേടുന്ന ആദ്യ ഹംഗേറിയൻ ബ്രിട്ടീഷ് എഴുത്തുകാരനാണ് ഡേവിഡ് സലോ എന്ന് പറയുന്നത്. ഇനി സംസ്ഥാന റോളർ സ്കേറ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായത് പാലക്കാട്. സംസ്ഥാന റോളർ സ്കേറ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായത് പാലക്കാടാണ്. പുരോഗമന കലാസാഹിത്യ സംഘം, അതായത് പുകസ, സംസ്ഥാന പ്രസിഡന്റ് ആയത് വൈശാഖൻ. പുകസ, പുരോഗമന കലാസാഹിത്യ സംഘം, സംസ്ഥാന പ്രസിഡന്റ് വൈശാഖനാണ്. അടുത്ത വർഷം ഇന്ത്യയിലും ശ്രീലങ്കയിലുമായി നടക്കുന്ന പുരുഷ T20 ക്രിക്കറ്റ് ലോകകപ്പിലെ ഉദ്ഘാടന മത്സരത്തിന്റെ വേദി എവിടെയെന്ന് ചോദിച്ചാൽ അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയം. അടുത്ത വർഷം ഇന്ത്യയിലും ശ്രീലങ്കയിലുമായി നടക്കുന്ന പുരുഷ T20 ക്രിക്കറ്റ് ലോകകപ്പിലെ ഉദ്ഘാടന മത്സരത്തിന്റെ വേദി എന്ന് പറയുന്നത്
ഇത് അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയം. ഓക്കെ. ആജീവനാന്ത സംഭാവനക്കുള്ള 2025 ഡെയ്റ്റൺ സാഹിത്യ സമാധാന സമ്മാനം ലഭിച്ച ബ്രിട്ടീഷ് ഇന്ത്യൻ സാഹിത്യകാരനാണ് സൽമാൻ റുഷ്ദി. എന്താണ്? ആജീവനാന്ത സംഭാവനക്കുള്ള 2025 ഡെയ്റ്റൺ സാഹിത്യ സമാധാന സമ്മാനം ലഭിച്ച സമ്മാനം ലഭിച്ച ബ്രിട്ടീഷ് ഇന്ത്യൻ സാഹിത്യകാരനാണ് സൽമാൻ റുഷ്ദി. പുതിയ പുസ്തകം ഏതാണെന്നറിയോ? ദ 11th ഹവർ എന്നുള്ളതാണ് പുതിയ പുസ്തകം. ഓക്കെ. ഇനി 2025 ISSF ലോക ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ 10 മീറ്റർ എയർ പിസ്റ്റൾ പുരുഷ വിഭാഗത്തിൽ സ്വർണം നേടിയ ഇന്ത്യക്കാരൻ സമ്രാട്ട് റാണ. എന്താണ്? 2025 ISSF ലോക ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ 10 മീറ്റർ എയർ പിസ്റ്റൾ പുരുഷ വിഭാഗത്തിൽ സ്വർണം നേടിയ ഇന്ത്യക്കാരനാണ് സമ്രാട്ട് റാണ. സമ്രാട്ട് റാണക്ക് എന്ത് സ്വർണം ലഭിച്ചു? എന്തിനാണത്? ISSF ലോക ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ 10 മീറ്റർ എയർ പിസ്റ്റൾ പുരുഷ വിഭാഗത്തിൽ. ഓക്കെ. ആർക്കാണ്? സമ്രാട്ട് റാണ. ഹരിയാന സ്വദേശിയാണ് സമ്രാട്ട് റാണ. ഓക്കെ. 2025 ഏഷ്യയിൽ ഏറ്റവും സന്തോഷകരമായ നഗരങ്ങളിൽ ഒന്നാമതെത്തിയ നഗരം മുംബൈയാണ്. 2025 ഏഷ്യയിലെ ഏറ്റവും സന്തോഷകരമായ നഗരങ്ങളിൽ ഒന്നാമതെത്തിയ നഗരം എന്ന് പറയുന്നത് അത് മുംബൈയാണ്. 2025 ഏഷ്യയിൽ ഏറ്റവും സന്തോഷകരമായ നഗരങ്ങളിൽ ഒന്നാമത് മുംബൈയാണ്. 2025 രാജ്യത്തെ യുവശാസ്ത്ര പ്രതിഭകൾക്കായുള്ള മനോഹർ പരീക്കർ യുവ ശാസ്ത്രജ്ഞ പുരസ്കാരത്തിന് അർഹനായത് ഡോക്ടർ സായ് ഗൗതം ഗോപാലകൃഷ്ണൻ. ഒന്നുകൂടെ പറയാം. 2025 രാജ്യത്തെ യുവശാസ്ത്ര പ്രതിഭകൾക്കായുള്ള മനോഹർ പരീക്കർ യുവ ശാസ്ത്രജ്ഞ പുരസ്കാരത്തിന് അർഹനായത് ഡോക്ടർ സായ് ഗൗതം ഗോപാലകൃഷ്ണൻ. ഡോക്ടർ സായ് ഗൗതം ഗോപാലകൃഷ്ണനാണ് രാജ്യത്തെ യുവ ശാസ്ത്ര പ്രതിഭകൾക്കായുള്ള മനോഹർ പരീക്കർ യുവ ശാസ്ത്രജ്ഞ പുരസ്കാരത്തിന് അർഹനായത്. കിട്ടിയെന്ന് വിചാരിക്കുന്നു. 2025 ലോകത്തിലെ ആദ്യ കറൻസി രഹിത രാജ്യമായി മാറിയത് സ്വീഡനാണ്. 2025 ലോകത്തിലെ ആദ്യ കറൻസി രഹിത രാജ്യമായി മാറിയത് ആരാണ്? സ്വീഡനാണ്. 2025 ലോകത്തിലെ ആദ്യ കറൻസി രഹിത രാജ്യമായി മാറിയത് സ്വീഡനാണ്. ഇന്ത്യയിൽ ആദ്യമായി ആന്റിബയോഗ്രാം റിപ്പോർട്ട് 4ാം തവണയും പുറത്തിറക്കിയ സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ആന്റിബയോഗ്രാം റിപ്പോർട്ട് 4ാം തവണയും പുറത്തിറക്കിയ സംസ്ഥാനം. ഇന്ത്യയിൽ ആദ്യമായിട്ട് ആന്റിബയോഗ്രാം റിപ്പോർട്ട് 4ാം തവണയും പുറത്തിറക്കിയ സംസ്ഥാനം കേരളമാണ്. ആന്റിബയോഗ്രാം റിപ്പോർട്ട്. ഓക്കെ. അപ്പൊ നമുക്ക് ഒന്നുകൂടെ ഓടിച്ചു നോക്കാം കേട്ടോ. കിട്ടുന്നുണ്ടോ നോക്കാം. ഫിഷറീസ്, അക്വാകൾച്ചർ, സമുദ്ര വിഭവങ്ങൾ തുടങ്ങി വിവിധ മേഖലകളിൽ ഉഭയകക്ഷി സഹകരണം ശക്തിപ്പെടുത്താൻ ഇന്ത്യ ഏത് രാജ്യവുമായിട്ടാണ് ധാരണാപത്രത്തിൽ ഒപ്പിട്ടത്? അങ്കോള. നഗരങ്ങളിലെ കുടിവെള്ള വിതരണത്തിനും സീവേജ് മാലിന്യ നിർമ്മാർജ്ജനത്തിനുമുള്ള പദ്ധതിയാണ് അമൃത്, അടൽ മിഷൻ ഫോർ റീജുവനേഷൻ ആൻഡ് അർബൻ ട്രാൻസ്ഫോർമേഷൻ. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് 2025 ഡിസംബർ 9, 11. വോട്ടെണ്ണൽ ഡിസംബർ 13. 2025 സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ ഓവറോൾ ചാമ്പ്യന്മാരായത് മലപ്പുറത്തിന്റെ തുടർച്ചയായുള്ള 3ാമത്തെ കിരീട നേട്ടമാണിത്. അടുത്തത് ഇന്ത്യയുടെ പക്ഷിമനുഷ്യൻ എന്നറിയപ്പെടുന്ന സലീം അലിയുടെ സ്മരണക്കായി സംഘടിപ്പിക്കുന്ന വയനാട് പക്ഷിമേളക്ക് നൽകിയ പേര് ഹിക്കി ബണക്ക്. ഹിക്കി ബണക്ക് എന്നത് കാട്ടുനായ്ക്ക ഭാഷയിലെ ഒരു വാചകമാണ്. ഹിക്കി എന്നാൽ പക്ഷി എന്നും ബണക്ക് എന്നാൽ ഉത്സവം എന്നുമാണ് അർത്ഥമാക്കുന്നത്. 2025 മാൻ ബുക്കർ പ്രൈസ് ലഭിച്ചത് ഡേവിഡ് സലോക്കാണ്. ഫ്ലഷ് എന്ന നോവലിനാണ് പുരസ്കാരം. ബുക്കർ പുരസ്കാരം നേടുന്ന ആദ്യ ഹംഗേറിയൻ ബ്രിട്ടീഷ് എഴുത്തുകാരനാണ് ഡേവിഡ് സലോ. സംസ്ഥാന റോളർ സ്കേറ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായത് പാലക്കാടാണ്. പുരോഗമന കലാസാഹിത്യ സംഘം പൂക്കാസ സംസ്ഥാന പ്രസിഡന്റായത് വൈശാഖനാണ്. അടുത്ത വർഷം ഇന്ത്യയിലും ശ്രീലങ്കയിലുമായി നടക്കുന്ന പുരുഷ T20 ക്രിക്കറ്റ് ലോകകപ്പിലെ ഉദ്ഘാടന മത്സര വേദി ഏതാണ്? അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയമാണ്. ഇനി ആജീവനാന്ത സംഭാവനക്കുള്ള 2025 ഡെയ്റ്റൺ സാഹിത്യ സമ്മാനം ലഭിച്ച ബ്രിട്ടീഷ് ഇന്ത്യൻ സാഹിത്യകാരനാണ് സൽമാൻ റുഷ്ദി. എന്താണ്? ഡെയ്റ്റൺ സാഹിത്യ സമ്മാനം. പുതിയ പുസ്തകം ദ 11th അവർ എന്നുള്ളതാണ്. 2025 ISSF ലോക ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ 10 മീറ്റർ എയർ പിസ്റ്റൾ പുരുഷ വിഭാഗത്തിൽ സ്വർണം നേടിയ ഇന്ത്യക്കാരൻ സമ്രാട്ട് റാണ.
ഹരിയാന സ്വദേശിയാണ്. 2025 ഏഷ്യയിലെ ഏറ്റവും സന്തോഷകരമായ നഗരങ്ങളിൽ ഒന്നാമതെത്തിയ നഗരം മുംബൈയാണ്. 2025 രാജ്യത്തെ യുവശാസ്ത്ര പ്രതിഭകൾക്കായുള്ള മനോഹർ പരീക്കർ യുവശാസ്ത്രജ്ഞ പുരസ്കാരത്തിന് അർഹനായത് ഡോക്ടർ സായ് ഗൗതം ഗോപാലകൃഷ്ണൻ. 2025 ലോകത്തിൽ ആദ്യ കറൻസി രഹിത രാജ്യമായി മാറിയത് സ്വീഡനാണ്. ഇന്ത്യയിൽ ആദ്യമായി ആന്റിബയോഗ്രാം റിപ്പോർട്ട് 4ാം തവണയും പുറത്തിറക്കിയ സംസ്ഥാനം കേരളമാണ്. ഓക്കെ, ആന്റിബയോഗ്രാം റിപ്പോർട്ട് അല്ലെങ്കിൽ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് കേട്ടോ, സർവൈലൻസ് റിപ്പോർട്ട്. ഓക്കെ, AMR എന്ന് പറയേ, അതും കൂടെ ഒന്ന് ആലോചിച്ച് വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. നന്നായിട്ട് പഠിക്കുക, എക്സാം പോയി അറ്റൻഡ് ചെയ്ത് നോക്കുക. അപ്പോൾ ശരി, താങ്ക് യു.